ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതായത് പാലിൻഡ്രോം ഓഫ് എ നമ്പർ, അതായത് ഒരു നമ്പർ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് നോക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് എഴുതാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പ്രോഗ്രാം ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലയാളം എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആ മലയാളത്തിനെ തിരിച്ചിട്ടാലും മലയാളമാണ്, നേരെ വെച്ചാലും മലയാളമാണ്. അപ്പം അങ്ങനത്തെ വരുന്ന സ്ട്രിങ്സിനെ പാലിൻഡ്രോം എന്ന് പറയും. ഓക്കെ, ഇനി നമ്പറിൻ്റെ കേസിൽ 1 to 1 ആണെങ്കിൽ അത് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും എങ്ങനെ ഇട്ടാലും അത് 1 to 1 തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ നമ്പറിനെ പാലിൻഡ്രോം എന്ന് പറയും. ഓക്കെ, അതേ പ്രോഗ്രാമാണ്, ആ ഒരു ലോജിക്കിലാണ് നമുക്ക് ഈ പ്രോഗ്രാം എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇത് ഒരു ഇവിടുത്തെ അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 1 to 1 ഉണ്ടെങ്കിൽ ആ 1 to 1 റിവേഴ്സ് ചെയ്യും. ആ റിവേഴ്സ് ചെയ്തിട്ട് കിട്ടിയ നമ്പറും ഓൾറെഡി ഉണ്ടായ നമ്പറും ഈക്വൽ ആണെങ്കിൽ പാലിൻഡ്രോം എന്ന് പറയും, അല്ലെങ്കിൽ നോട്ട് പാലിൻഡ്രോം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്യേണ്ട പ്രോഗ്രാം എഴുതി. അതായത് 1 to 1 ഉണ്ടെങ്കിൽ ആ 1 to 1ൻ്റെ റിമൈൻഡർ എടുത്തു. ആ റിമൈൻഡർ, അതായത് റിവേഴ്സിങ് ഓഫ് എ നമ്പറിൻ്റെ പ്രോഗ്രാം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് റെഫർ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ 1 to 1 ആണെങ്കിൽ ലാസ്റ്റിലെ വാല്യൂ അല്ലേ 1, ആ 1 നമുക്ക് കിട്ടണമെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡറിൽ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. അപ്പോൾ അത് നമുക്ക് മോഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് ആ ലാസ്റ്റ് നമ്പർ കിട്ടും, അത് റിമൈൻഡറിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ റിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഇത് ഇനീഷ്യലി 0 ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ, അതായത് അത് ഇൻറ്റു 10, 0 ഇൻറ്റു 10 എന്ന് പറയുന്നത് 0 പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ നമ്പർ, അത് 1. ഓക്കെ, ഇപ്പോൾ ഉള്ളത് 1 to 1 ആണെങ്കിൽ നെക്സ്റ്റ് ഐറ്ററേഷനിൽ നമുക്ക് വേണ്ടത് 1 to 1ൽ 1ഉം 2ഉം മാത്രമേ വേണ്ടൂ. 1 2 എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഒന്നുകൂടി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതേ പ്രൊസീജിയർ നമ്മൾ മൾട്ടിപ്പിൾ ടൈം റിപ്പീറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ 1 2 എന്നുണ്ട്, ഇപ്പോൾ 1 2 എന്നുള്ള കേസിൽ വരുന്ന സമയത്ത് 2 നമ്മൾ ഇവിടെ റിമൈൻഡർ എടുത്തു. ആ 2നെ നേരത്തെ 1 എന്നാണല്ലോ നമ്മൾ സ്റ്റോർ ചെയ്തത്. അപ്പോൾ 1 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 10 പ്ലസ് 2 എന്ന് പറയുന്നത് 12. ഓക്കെ, അപ്പോൾ ഇവിടെ 1 2 എന്ന് സ്റ്റോർ ചെയ്തു റിവേഴ്സിൽ. ഓക്കെ, അപ്പോൾ റിവേഴ്സിൽ എന്തുണ്ട്, 1ഉം 2ഉം ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് 2 എന്നല്ല വേണ്ടത്, 1 എന്നാണ് വേണ്ടത്. 1 എന്ന് പറഞ്ഞ ആ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു, അതങ്ങനെ എടുത്തു. ഓക്കെ, അപ്പോൾ അവസാനം നമുക്ക് എന്ത് കിട്ടും, ഈ റിവേഴ്സ്ഡ് ആയിട്ടുള്ള ആ നമ്പർ കിട്ടും. ആ നമ്പർ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കോപ്പി എന്തിനാണ് എടുത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ n ഈക്വൽ ടു n/10 നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിനെ നമ്മൾ പിന്നെയും ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോപ്പി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കോപ്പി എടുത്തു വെച്ച നമ്പറും റിവേഴ്സും തമ്മിൽ കമ്പയർ ചെയ്യും. അത് ഈക്വൽ ആണെങ്കിൽ ഇറ്റ്സ് പാലിൻഡ്രോം, അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് പാലിൻഡ്രോം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലോജിക്കും, ഇങ്ങനെയാണ് പ്രോഗ്രാം എഴുതിയത്. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ 1 to 1, ഓക്കെ, പാലിൻഡ്രോം. ഇത് സെയിം പ്രോഗ്രാമാണ് ഞാൻ നേരത്തെ റിവേഴ്സിൻ്റെ പ്രോഗ്രാമിൽ റിവേഴ്സ് ഓഫ് എ നമ്പറിൻ്റെ പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ മാത്രം നമുക്കിത് പാലിൻഡ്രോമിൻ്റെ പ്രോഗ്രാമാക്കി എടുക്കാം. ഓക്കെ, ഇനി 255 എന്നെല്ലാം അടിച്ചു കഴിഞ്ഞാൽ അത് നോട്ട് പാലിൻഡ്രോം എന്ന് വരും. ഓക്കെ, താങ്ക് യു.